നിതീഷ് കുമാർ വിചാരിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിതീഷ് കുമാറിന് വേണമെങ്കിൽ ബീഹാറിലെ മുഖ്യമന്ത്രിയാകാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ മോദി സർക്കാരിനെ വലിച്ചിടാം. പറഞ്ഞത് ലാലു പ്രസാദ് യാദവ്. നിതീഷുമായി കൂട്ടുകൂടി മോദി സർക്കാരിനെ വലിച്ചിടാൻ ലാലു പ്രസാദ് യാദവ് മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇന്നലെ ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. മോദി ഭരണത്തിൽ നിതീഷ് അസംതൃപ്തനാണ്. നിതീഷ് വിചാരിച്ചതൊന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, നിതീഷിന് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും മോദി ചെയ്യുകയും ചെയ്തു. ചിരാഗ് പാസ്വാന്റെ കാര്യം അതിലൊന്നാണ്. നിതീഷിന്റെ ജന്മശത്രുവാണ് ചിരാഗ് പാസ്വാനും അദ്ദേഹത്തിന്റെ LJP പാർട്ടിയും. ചിരാഗ് പാസ്വാൻ ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയായി അങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ്. നിതീഷിന് അത് കാണുമ്പോൾ തന്നെ ദേഷ്യമാണ്, കലി ഇളകി നിൽക്കുകയാണ്. നിതീഷിനാകട്ടെ സ്പീക്കർ സ്ഥാനം പോലും കൊടുത്തില്ല. നിതീഷിന്റെ പാർട്ടിക്ക് ഐക്യ ജനതാദളിന് JDUവിന് സ്പീക്കർ സ്ഥാനം പോലും കൊടുത്തില്ല. ഇതൊക്കെ നിതീഷിനെ കോപാകുലനാക്കിയിട്ടുണ്ട്. മാത്രമല്ല TDPയും ഇതേപോലെ തന്നെ വളരെ അസ്വസ്ഥരാണ്. TDPക്കും സ്പീക്കർ സ്ഥാനം പോലും കൊടുക്കാത്ത ഒരവസ്ഥ. ഈ സാഹചര്യത്തിൽ TDP നേതാവ് നായിഡുവും നമ്മുടെ JDU നേതാവ് നിതീഷും RJD നേതാവ് ലാലു പ്രസാദ് യാദവും കൂടിക്കാഴ്ച നടത്തുന്നു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഈ മൂവർ സംഘത്തിന്റെ കൂടിക്കാഴ്ച മോദിയെ സംബന്ധിച്ചിടത്തോളം നല്ല സൂചനയല്ല. ഇവർ പറയുന്നത് സൗഹൃദപരമായ കൂടിക്കാഴ്ച എന്നാണ്. അത് സൗഹൃദപരമായ കൂടിക്കാഴ്ച അല്ല എന്ന് ആർക്കും മനസ്സിലാകും. ഇന്നലെ ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ്. ഏത് നിമിഷം വേണമെങ്കിലും മോദി സർക്കാരിനെ താഴെയിടാൻ നിതീഷ് കുമാറിന് സാധിക്കും. നിതീഷ് കുമാറിനെ കൊണ്ട് ബീഹാറിന് ഒരുപാട് കാര്യങ്ങൾ വേണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് BJP ബാന്ധവം ഉപേക്ഷിച്ച് നിതീഷ് കുമാർ RJDക്കൊപ്പം വന്നാൽ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യും. ഇതാണ് ലാലു പ്രസാദ് യാദവ് എറിഞ്ഞ ഒരു ചൂണ്ട. ആ ചൂണ്ടയിൽ നിതീഷ് കുമാർ കൊരുത്തു. ഇപ്പോ നിതീഷ് കുമാർ ചാഞ്ചാടി നിൽക്കുകയാണ്. നിതീഷ് കുമാർ പണ്ടേ അങ്ങനെയാണ്. ആരെങ്കിലും വലിയ ഓഫർ വെച്ചാൽ അപ്പോ അങ്ങോട്ടങ്ങ് പോകും. അദ്ദേഹത്തിന് രാഷ്ട്രീയ എത്തിക്സേ ഇല്ല. അധികാരമാണ് അദ്ദേഹത്തിന്റെ എത്തിക്സ്. അധികാരത്തിനു വേണ്ടി അദ്ദേഹം എന്തും ചെയ്യും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മോദി ഏറ്റവും സംശയദൃഷ്ടിയോടെ നോക്കുന്നത് നിതീഷ് കുമാറിനെ. പക്ഷെ ചിരാഗ് പാസ്വാൻ അങ്ങനെയല്ല. അയാൾക്ക് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് ചിരാഗ് പാസ്വാനെ കൂടെ കൂട്ടിയത് മോദി. പക്ഷേ ചിരാഗ് പാസ്വാന് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനമൊക്കെ കൊടുത്ത് മോദി അങ്ങ് ഉയരത്തിലെത്തിച്ചത് നിതീഷ് കുമാറിന് താങ്ങാൻ പറ്റുന്നില്ല. തന്റെ MPമാരെ മോദി അവഗണിക്കുന്നു എന്ന പരാതി നിതീഷ് കുമാറിനുണ്ട്. ഇപ്പോ ബീഹാറിന് പ്രത്യേക പദവി കൊടുത്തില്ലെങ്കിൽ നിതീഷ് കുമാർ തീർച്ചയായും വലിച്ചിടും മോദി സർക്കാരിനെ. ബീഹാറിന് പ്രത്യേക പദവി കൊടുക്കില്ല എന്നത് ഉറപ്പാണ്. ചന്ദ്രബാബു നായിഡുവും ആവശ്യപ്പെടുന്നത് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവിയാണ്. അതും മോദി കൊടുക്കില്ല. പ്രത്യേക പദവി കൊടുക്കാൻ പറ്റില്ല. 11 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ പ്രത്യേക പദവിയുള്ളത്. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ അടക്കമുള്ള 11 സംസ്ഥാനങ്ങൾക്ക്. അതിലുപരി ബീഹാറിനും ആന്ധ്രയ്ക്കും കൊടുത്താൽ തമിഴ്നാട്ടുകാരും ബംഗാളികളും ഒന്നും വെറുതെ ഇരിക്കില്ല, കർണാടകക്കാരും വെറുതെ ഇരിക്കില്ല. അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റില്ല. എന്തായാലും നിതീഷും നായിഡുവും ലാലുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്ന നിർണായക വിവരം പുറത്തു വന്നിരിക്കുന്നു. ആ കൂടിക്കാഴ്ച മോദിയുടെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായ കൂടിക്കാഴ്ചയാണ്. ഈ മൂവർ സംഘം കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ലാലു പറഞ്ഞു ആഗസ്റ്റിൽ മോദി സർക്കാർ വീഴുമെന്ന്. എല്ലാവരും RJD പ്രവർത്തകർ തെരഞ്ഞെടുപ്പിന് തയ്യാറായി നിൽക്കാൻ അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുന്നത്.